നമുക്ക് എവിടെങ്കിലും പോലും സ്വസ്ഥമായിട്ട് സംസാരിക്കാം. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെന്നേ. ഇത് ഇട്ട ആള് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കി എന്നെ മുമ്പ് ഒരു എമൗണ്ട് ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ല എന്ന് മാത്രമല്ല കൊടുക്കാള് വേറെ കൊടുത്തു. വാച്ചക്കും കുറച്ച് കൂടുതലാണ് എല്ല്. നിന്റെ ഈ ധൃതിയാ നിന്റെ ജീവിതം തൊലച്ചു. ആ പെണ്ണിനെ കാണാനില്ല, അപ്പുറത്തിരുന്ന് ഒരു ശബ്ദം എന്നെ ഇംഗ്ലീഷിൽ ചീത്ത വിളിക്കുന്നു. ഇത്രയേ ഉള്ളൂ. കണ്ടവരൊക്കെ നിരാശരായി. ഇതാണ് ആ കോപ്പ് എന്ന് പറഞ്ഞിട്ട്. ഇത്രയേ ഉള്ളൂ. ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് എന്ത് പറഞ്ഞാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. അത് ഞാനെതിരാ, പണ്ടോട്ടെ എതിരാണ്. ഒരു കംപ്ലീറ്റ് ഇമേജ് പോയി. ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം വേണം. ല്ലേ അത് എന്റെ കണ്ടുപിടുത്തല്ല, സൃഷ്ടിയുടെ ഭാഗമല്ലേ, സയൻസ് അല്ലേ. എന്താ തെറ്റ്? ഇപ്പൊ നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും വിവാദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടും സ്ത്രീ വിഷയങ്ങളും. താങ്കൾ ഏറ്റവും സ്ത്രീ വിഷയങ്ങളിൽ താല്പര്യമുള്ള ആളാണെന്ന് പലപ്പോഴും പറഞ്ഞേക്കും. അത് എത്രമാത്രം ശരിയാണ്? എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്, താല്പര്യക്കുറവൊന്നുമില്ല. എല്ലാവരെ പോലെ മനുഷ്യനാണ് ഞാൻ. ചോരയും നീരൊക്കെ ഉള്ള ഒരാളാണ്. ഒരു വ്യത്യാസം, ഞാൻ ഒരു ഈ പ്രായം വളരെ അപകടം പിടിച്ചതാ, നിങ്ങൾ സൂക്ഷിക്കണം. ഹീസ് വെരി റൊമാൻറ്റിക്. സ്നേഹിക്കപ്പെടുക അതായത് ഇനിയിപ്പോ എന്തൊട്ട് ചെയ്യാ? ഒന്നും നോക്കാല്ല, വേഗം തലറങ്ങിയണോ? അതെ, ഈ ലൈംഗിക പരാമർശവും അശ്ലീല പരാമർശവും ഞങ്ങളുടെ പോച്ചി ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല കേട്ടോ. മൂപ്പർ ഇതൊക്കെ എത്ര കണ്ടതാ. ഇത് 3-4 വർഷം മുമ്പ് ബോച്ചയുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു പെൺകുട്ടി ബോച്ചയുടെ അടുത്തിരുന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അയ്യോ, ഞാൻ അതിന്റെ കാര്യം മറന്നുപോയി.